ഗോപാലകൃഷ്ണനാണ്. ഞങ്ങൾ ഇവിടെ മഞ്ഞുവയലിലാണ് താമസിക്കുന്നത്. മഞ്ഞുവയലിൽ തന്നെയാണ് നേഴ്സറി. അല്ലീസ് ഗാർഡൻ എന്നാണ് പേര്. ഗാർഡൻ ഇട്ടേക്കുന്നത്. എന്നെ വിളിക്കുന്ന അല്ലി എന്നാണ്. അതുകൊണ്ടാണ് അല്ലീസ് ഗാർഡൻ നിൽക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 1 വർഷമായി തുടങ്ങിയിട്ട്. ഓറഞ്ച് ഒക്കെ ഇവിടെ കായ്ക്കും. ഇതിവിടെ ഇവിടുന്ന് കായ്ച്ചത്. ഇതിപ്പോ ഇവിടെ കായ്ച്ച കണ്ട കാരണം തൈകളെല്ലാം വേഗം വിറ്റുപോയി. സീറ്റമ്പഴം അതില് കായൊക്കെ ഉണ്ടല്ലോ. നിറയെ ഇത് കായ കഴിയുമ്പോഴത്തേക്ക് അടുത്ത കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും നിറയെ കായ ഉണ്ടാവും. നല്ലതാ. പിന്നെ പൂച്ചപ്പഴല്ലേ? നല്ല നാലമുത്ത് പോലെ വെളുത്ത പഴം ഉണ്ടാവും. നല്ല രസമാണ് കഴിക്കാൻ. ഇത് മല്ലിക മാവ്. മല്ലിക ഇത് തായ്ലൻഡിന്റെ പേരിക്ക്. തായ്ലൻഡിൽ തായ്ലൻഡ് പേര്. ഇത് മൊത്തം കൊടുക്കാനുള്ളതല്ലേ? ഇതെല്ലാം കൊടുക്കാനുള്ളത്. ഇത് പ്ലാവുകളാണ്. ഇത് സ്വീറ്റ്ന സൂപ്പർലി എന്ന് പറഞ്ഞ പ്ലാവ്. ഇത് എലിയാർക്കെന്ന് പറയും. പ്ലാവ് അല്ലേ? ഇത് ഡയാങ്ങോ സൂര്യ എന്ന് പറഞ്ഞ പ്ലാവ്. ഡയാങ്ങോ സൂര്യ എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള പ്ലാവ്. കുഞ്ഞല്ലേ അതിൻ്റെ. ഇത് താമരവരിക്ക എന്ന് പറഞ്ഞ പ്ലാവ. താമരവരിക്ക എന്ന് പറയും. ഇത് റെഡ് ജാക്ക്. ഇത് സിദ്ധു എന്ന് പറഞ്ഞ ഒരു പ്ലാവ. കന്നഡക്കാരുടെ നല്ല അവർക്കെന്തോ അവാർഡൊക്കെ കിട്ടിയ പ്ലാവാണ്. കുറെ ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും മേടിച്ചു പോയി. ഇത് ജാതി തൈയാണ്. ബഡ് ജാതിയാണ്. കേരളശ്രീ എന്ന് പറഞ്ഞ ജാതിയാണ്. ചെടിയായിട്ട് ഒരു പനയായിട്ട് അലങ്കാര ചെടിയായിട്ട് മുറ്റത്ത് വെക്കാവുന്നത്. ഇതൊക്കെ അലങ്കാര ചെടിയായിട്ട് വെക്കാവുന്ന ചെടികളാണ്. ഇതിലൊക്കെ ചുമന്ന പൂവുണ്ടാകുന്നത്. ഇത് പക്ഷെ പൂക്കളുണ്ടാകില്ല. ഇതിന്റെ ഇലയാണ് ഇതിന്റെ ഭംഗി. ഇങ്ങനെ വെട്ടി നിർത്തുന്ന പോലെ. ഇത് അലമാൻഡ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. എപ്പോഴും പൂവുണ്ടാവും. വേനൽക്കാലവും മഴക്കാലവും ഒന്നും ഇതിന് വ്യത്യാസമില്ലാതെ പൂക്കളുണ്ടാവും. ഇത് 2 കളറുണ്ട്. 2 കളറുണ്ട്. ചേച്ചി ഇതിപ്പം എവിടെയായിട്ടാ വരുന്നത് സ്ഥലം? നെല്ലിപ്പോയിലിന്റെയും പുല്ലൂരാമ്പാറയുടെയും കൂടി നടുക്ക് സെന്റർ ആയിട്ട് വരും. അതായത് എലന്തോട് പാലം കഴിഞ്ഞ് ഒരു 500 മീറ്റർ. നെല്ലിപ്പോയിൽ അങ്ങാടിന്ന് ഒരു 500 മീറ്റർ. അതിന്റെ സെന്റർ ആയിട്ട് വരും. മഞ്ഞുവേൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും വാങ്ങിച്ചു പോകുന്നുണ്ട്. വാങ്ങിയവര് പിന്നെയും വരുന്നുണ്ട്. എന്നുവെച്ചാ വാങ്ങിയിട്ട് ചെടി നന്നായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ടേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു. അവര് പിടിച്ചു മാവൊക്കെ കൊണ്ടുപോയിട്ട് കായ്ച്ചു എന്നൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ മേടിച്ചവര് വീണ്ടും വരുന്നുണ്ട്. അറിയാത്തത് കൊണ്ട് കുറച്ച് അറിഞ്ഞു വരുന്നവര് പിന്നെയും വരുന്നുണ്ട്. വന്ന് മേടിച്ചു പോകുന്നുണ്ട്. അടീന ചെടിയൊക്കെ കുറെ വാങ്ങിപ്പോയി. ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് വില കുറച്ചൊക്കെയാണ് തരുന്നതും എടുക്കുന്നതും. കുറച്ച് എന്തായാലും ഞാൻ പറയുന്ന വില ഇച്ചിരി കുറച്ചൊക്കെ കൊടുക്കും. അത് ഓരോരുത്തർ വന്ന് വാങ്ങുമ്പോ അവർക്ക് അറിയാം. അവർക്ക് എന്തായാലും ഞാനൊരു ചെറിയ ഇളവ് കൊടുത്തിട്ട് പറയുന്ന വിലയല്ല, കുറച്ച് എപ്പോഴും ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കും.